അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു വീട്. ജ്യോത്സ്യൻ രാമമൂർത്തി, മോക്ക് ജാതകത്തിൽ ദോഷമുള്ളതുകൊണ്ട് എന്നും അയ്യപ്പക്ഷേത്രത്തിൽ പോകണം. പ്രഭുവും ദേവിയും കാറിൽ കയറുന്നു. രാജകുമാരിയും കാറിൽ കയറുന്നു. പട്ടുപാവാടയും ടോപ്പുമായിരുന്നു അവൾ ധരിച്ചിരുന്നത്. ആരും കണ്ണു വെച്ച് പോകുന്ന അത്രയും മുടിയുണ്ടായിരുന്നു രാജകുമാരിക്ക്. കാറ് അമ്പലത്തിൻ്റെ മൈതാനത്ത് പാർക്ക് ചെയ്തു. പ്രഭുവും ദേവിയും രാജകുമാരിയും അമ്പലത്തിൽ പ്രാർത്ഥിക്കുന്നു. മാധവൻ, ദൈവമേ രക്ഷിക്കണേ. തേങ്ങ ഉടയ്ക്കുന്നു. തേങ്ങ തെറിച്ച് വന്ന് പ്രഭുവിൻ്റെ തലയിൽ കൊള്ളുന്നു. പ്രഭുവിൻ്റെ ഗുണ്ടകൾ മാധവൻ്റെ കോളറിൽ പിടിക്കുന്നു. എന്താടാ നിനക്ക് കണ്ണ് കണ്ടുകൂടെടാ? ഒരബദ്ധം പറ്റിപ്പോയതാ. വാസു മാധവനെ കുത്തുന്നു. രാജകുമാരി തലകറങ്ങി വീഴുന്നു. പ്രഭു, മോളെ. ഡോക്ടർ പവൻകുമാർ രാജകുമാരിയെ നോക്കുന്നു. മനസ്സിനധികം സ്ട്രെയിൻ കൊടുക്കരുത്. ഡോക്ടർ മുറ്റത്തേക്ക് ഇറങ്ങി. മോളെ. രാജകുമാരി, എനിക്ക് അയാളെ കാണണം. രാജകുമാരി വാശി പിടിച്ചു. പ്രഭു, അയാളെ വിളിച്ചോണ്ട് വാ പോയി. വാസുവിന് നിർദ്ദേശം കൊടുത്തു. വാസു ബാക്കിയുള്ള ഗുണ്ടകളുമായി കാറിൽ കയറുന്നു. ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോയി. ഇതിൻ്റെ ബാക്കി ഭാഗം ഇതേ സമയത്ത് നാളെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ടാറ്റാ.